മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരുപാട് കൗതുകങ്ങളുണ്ട്. വളരെ വിസ്മയകരമായ കൗതുകങ്ങൾ. ചിപ്പിക്കുള്ളിലെ മുത്തുകൾ പോലെ ചില നടിമാർ മലയാള സിനിമയിൽ വന്നു പോയിട്ടുണ്ട്. അതിലൊരു നടിയാണ് സുരേഖ. സുരേഖ ജന്മം കൊണ്ട് ആന്ധ്രാക്കാരിയാണ്. ആദ്യം അഭിനയിച്ചത് ഭീംസിംഗ് സംവിധാനം ചെയ്ത കരുണാമൈഡു എന്ന ചിത്രത്തിൽ. യേശുക്രിസ്തുവിൻ്റെ മാതാവിൻ്റെ വേഷമായിരുന്നു സുരേഖയ്ക്ക്. മലയാളത്തിൽ സുരേഖ എത്തിയപ്പോൾ അതൊരു തരംഗമായി മാറി. പത്മരാജൻ കഥയും തിരക്കഥയും എഴുതി ഭരതൻ സംവിധാനം ചെയ്ത തകരയിലെ സുഭാഷിണി എന്ന കഥാപാത്രത്തിലൂടെ സുരേഖ മലയാള സിനിമയിൽ രതിതരംഗമായി മാറി. തകര സെക്സിനെ മനോഹരമാം വിധം കൈകാര്യം ചെയ്ത ചിത്രമായിരുന്നു. സുരേഖയുടെ ശരീര പ്രദർശനമായിരുന്നു ആ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. തുടകളും വയറും മാറിടങ്ങളുമൊക്കെ, മാറിട സമൃദ്ധിയുമൊക്കെ സുരേഖ ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ അനാവരണം ചെയ്തു. അതിൽ കുടയോളം ഭൂമിയിൽ എന്നൊരു ഗാനരംഗമുണ്ട്. പ്രതാപോത്തനും സുരേഖയും കടലിൽ കുളിക്കുന്ന ഗാനരംഗം. ആ ഗാനരംഗത്തിൽ അടിവസ്ത്രം ധരിക്കാതെയാണ് സുരേഖ അഭിനയിച്ചത്. ആ ഗാനരംഗം ഇന്ന് കാണുന്ന പ്രേക്ഷകർക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ആ ഗാനരംഗം തകര എന്ന ചിത്രത്തിൻ്റെ വലിയ ഹൈലൈറ്റ് ആയിരുന്നു. നല്ല ചിത്രമായിരുന്നു തകര. സെക്സും വയലൻസും പ്രണയവും ഒക്കെയുള്ള ചിത്രം. ഭരതൻ്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്ന്. പിന്നീട് സുരേഖയ്ക്ക് നല്ല വേഷങ്ങൾ കിട്ടിയില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായിപ്പോയി. അങ്ങാടി, ഈ നാട്, ആരോഹണം, ഞാൻ ഏകനാണ്, നവംബറിൻ്റെ നഷ്ടം, ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ, കട്ടുറുമ്പിനും കാതുകുത്ത്, മുളമൂട്ടിൽ അടിമ, ഇത്രയും കാലം, കുറേയേറെ ചിത്രങ്ങൾ. വളരെ വിരലിനെണ്ണാവുന്ന ചിത്രങ്ങൾ. അതുമാത്രമേ തകരയിലൂടെ മലയാളത്തെ ത്രസിപ്പിച്ച സുരേഖയ്ക്ക് പിന്നീട് ലഭിച്ചുള്ളൂ. മലയാള സിനിമയിൽ അന്ന് നായികമാരുടെ ഒരു വസന്തകാലം തന്നെ പിന്നീടെത്തി. ശാന്തികൃഷ്ണയും മേനകയും പൂർണിമ ജയറാമും ഒക്കെ അരങ്ങുവാണു മലയാള സിനിമയിൽ. നിരവധി നായികമാർ കടന്നു വന്ന കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ സുരേഖയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. അല്ലെങ്കിൽ മാദക വേഷത്തിൻ്റെ ചതുരക്കള്ളിയിൽ സുരേഖയെ ഒതുക്കിയിട്ടു എന്നതാണ് സത്യം. അതാണ് ശരി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സൗന്ദര്യമുള്ള നടിയായിരുന്നു അവർ. പക്ഷേ അവരുടെ മുഖസൗന്ദര്യത്തിന് ഒരു പ്രാധാന്യവും സംവിധായകർ നൽകിയില്ല. അല്പം വഷളത്വമുള്ള പെണ്ണ്, ഇങ്ങനെ ഒരു ചതുരക്കള്ളിയിൽ അവരങ്ങ് ഒതുങ്ങിപ്പോയി. സിനിമ വിട്ട് അവർ ശ്രീനിവാസ് എന്ന യുവാവിനെ വിവാഹം കഴിച്ചു. 3 വർഷം മാത്രമേ ആ ദാമ്പത്യ ജീവിതത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. കാതറിൻ വരുൺ എന്നാണ് അവരുടെ മകളുടെ പേര്. 3 വർഷം മാത്രം ആയുസ്സുള്ള വിവാഹ ജീവിതം കഴിഞ്ഞ സുരേഖ സിനിമയിൽ നിന്ന് അകന്നു നിന്നു. അതിനിടയിൽ അവർ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിരുന്നു. ഹിന്ദിയിൽ സാഹിത്യരത്ന സ്വന്തമാക്കി. പരസ്യകലയിൽ PG ഡിപ്ലോമയും സ്വന്തമാക്കി. ഇപ്പോൾ അവർ ചെന്നൈ മീഡിയ പ്ലസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി നടത്തുന്നു. ആ പ്രൊഡക്ഷൻ കമ്പനി നിയന്ത്രിക്കുന്നത് സുരേഖയാണ്. ചെന്നൈ മീഡിയ പ്ലസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി തമിഴ് സീരിയലുകൾ നിർമ്മിക്കുന്നു. വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പരസ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. മലയാള സിനിമയിൽ ഒരു രണ്ടാം വരവിന് ഇനിയും ഒരു രണ്ടാം അംഗത്തിന് ഇനിയും ബാല്യമുണ്ട് സുരേഖയ്ക്ക്. പക്ഷേ സുരേഖയ്ക്ക് നല്ല വേഷങ്ങൾ വേണം. സുരേഖ ഒരു കാലഘട്ടത്തിൽ അഭിനയിച്ചതെല്ലാം പകയ്ക്കൊള്ളാത്ത വേഷങ്ങളായിരുന്നു എന്ന് പച്ചയ്ക്ക് പറയാം. തകരയിലെ സുഭാഷിണിക്ക് ശേഷം അവർക്ക് ഒരു വ്യത്യസ്തമായ വേഷം കൊടുക്കാൻ പത്മരാജനോ ഭരതനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. പത്മരാജൻ്റെ നവംബറിൻ്റെ നഷ്ടമെന്ന ചിത്രത്തിൽ മാധവി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ നാത്തൂനായി അവർ വേഷമിട്ടിരുന്നു. നല്ല വേഷമായിരുന്നു അത്. പക്ഷെ അതിലൊന്നും അവരുടെ ഒരു അഭിനയത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം തെളിഞ്ഞു കണ്ടില്ല.
അത് സുരേഖയുടെ വലിയൊരു വീഴ്ച തന്നെയാണ്. സുരേഖയ്ക്ക് അന്ന് സെലക്റ്റീവ് ആകാൻ സമയമില്ലായിരുന്നുവെന്ന് അവർ പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. തകരയിലെ സുഭാഷിണിയെ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് 15 വയസ്സായിരുന്നു പ്രായം. ലോകം അറിയാത്ത പ്രായം, സിനിമ എന്തെന്നറിയാത്ത പ്രായം. പക്ഷേ ഭരതൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ, പത്മരാജൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായപ്പോൾ സുഭാഷിണി ഒരു അവിസ്മരണീയ കഥാപാത്രമായി മാറി. തകരയിലെ സുഭാഷിണിക്ക് ശബ്ദം പകർന്നത് KPSC ലളിതയാണ്. സുരേഖയുടെ ശബ്ദം വേറെയാണ്. പക്ഷെ മറ്റ് ചിത്രങ്ങളിലൊന്നും KPSC ലളിത അവർക്ക് വേണ്ടി ഡബ് ചെയ്തില്ല. സ്വന്തമായി ഡബ് ചെയ്യാനുള്ള ഒരു പരിമിതിയും അവർക്ക് ഉണ്ടായിരുന്നു. മലയാള സിനിമയെ അവർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. തകരയ്ക്ക് ശേഷം തമിഴിൽ ഒരുപാട് ഓഫറുകൾ അവർക്ക് ലഭിച്ചു. തമിഴിൽ സുരേഖ അന്ന് ഒരു അനിവാര്യതയുമായിരുന്നു. കാരണം ഭാരതരാജയുടെയൊക്കെ സമാന്തര സിനിമകൾ തരംഗമാകുന്ന കാലമായിരുന്നു തമിഴ്നാട്ടിൽ അന്ന്. പക്ഷേ മലയാളത്തിൽ ഉറച്ചു നിൽക്കാനാണ് അവർ ആഗ്രഹിച്ചത്. അത് അവരുടെ തെറ്റായി വേണമെങ്കിൽ കണക്കാക്കാം. അല്ലെങ്കിൽ തമിഴിൽ പോയി ഇരുനിറക്കാരിയായ അവർക്ക് വലിയൊരു സെൻസേഷൻ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. കാരണം ശരീര സൗന്ദര്യത്തിന് അവർക്കൊരു മടിയുമില്ലായിരുന്നു, ഒരു മടിയും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു നടിക്ക് തമിഴിലോ തെലുങ്കിലോ അക്കാലത്ത് വലിയ മാർക്കറ്റ് നേടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ മാർക്കറ്റിന് പിന്നിലൊന്നും നമ്മുടെ സുരേഖ പോയില്ല. ആ മാർക്കറ്റിന് പിന്നിൽ പോയില്ല എന്ന് മാത്രമല്ല, അവർ തൻ്റേതായ ഒരു ലോകം വെട്ടിപ്പിടിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി, ഹിന്ദി സാഹിത്യത്തിൽ സാഹിത്യരത്ന നേടി, പരസ്യകലയിൽ PG ഡിപ്ലോമ നേടി. അവർ വിദ്യാരംഗത്ത് സമ്പന്നയായി. വിദ്യാഭ്യാസം ലഭിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് നന്നായി വിനിയോഗിക്കാൻ അറിയണം. അത് നന്നായി വിനിയോഗിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ചെന്നൈ മീഡിയ പ്ലസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ വിജയം. നന്നായി അവർക്ക് സാധിച്ചു. വിദ്യാഭ്യാസം കച്ചവടത്തിന് അവർ ആയുധമാക്കി മാറ്റി. പലർക്കും കഴിയാത്തൊരു സംഭവമാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്താൽ അടുത്ത നെറ്റൊക്കെ എടുത്ത് കോളേജ് അധ്യാപികയായി പോകാൻ ആഗ്രഹിക്കും പലരും. പക്ഷേ സുരേഖ അതല്ല ആഗ്രഹിച്ചത്. ഒരു പരസ്യ കമ്പനി തന്നെ സ്ഥാപിച്ച് അവർ തൻ്റെ മകളെ വളർത്തി. ധാരാളം ധനം സമ്പാദിച്ചു. ഒരു തരത്തിൽ വിസ്മയിപ്പിക്കുന്ന ജീവിതം തന്നെയാണ് സുരേഖയെടുത്തത്. തകരയിലെ സുഭാഷിണി ഒരു കാലത്തെ തലമുറയുടെ ഹരമായിരുന്നു. തകരയിൽ സുഹാസിനി കടലിൽ കുളിക്കുന്ന പോസ്റ്ററായിരുന്നു കേരളത്തിലെ ഒരു കാലത്തെ യുവാക്കളുടെ തരംഗമായ പോസ്റ്റർ. 100 ദിവസമാണ് തകര മെയിൻ സെൻറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. എന്തായാലും തകരയിലെ സുഭാഷിണി ഇപ്പോഴും ഒരു തലമുറയുടെ മനസ്സിലുണ്ട്. പക്ഷേ ആ സുഭാഷിണിയുടെ അഭിനയ ജീവിതം പരാജയമായിരുന്നു, ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നു. പക്ഷേ അവരുടെ ബിസിനസ് ജീവിതം വലിയ വിജയമായിരുന്നു.